Hi friends, welcome to Kerala Tech Academy, Success in Your Hands. സോ ഇന്ന് നമ്മൾ പവർ സിസ്റ്റത്തിൻ്റെ തേർഡ് ക്ലാസ്സിലേക്കാണ് പോകുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഒരു ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ബേസിക് പാരാമീറ്റേഴ്സ് എന്നും അത് നമ്മൾ റെസിസ്റ്റൻസ് ഡിസ്കസ് ചെയ്തു, അതുപോലെ സ്കിൻ എഫക്റ്റ്, അതുപോലെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇൻഡക്റ്റൻസ് നോക്കി. സോ ഇൻഡക്റ്റൻസിൽ നമ്മൾ ഇൻഡക്റ്റൻസ് ഓഫ് എ സിംഗിൾ വയർ സിസ്റ്റം നമ്മൾ നോക്കി. സോ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത ഇക്വേഷനാണ്. എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് ഫൈനലി കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഇൻഡക്റ്റൻസ്, അതായത് നമുക്കറിയാം ഇൻറ്റേർണലും എക്സ്റ്റേണലും ഫ്ലക്സ് ലിങ്കേഴ്സ് ഉണ്ടാവും. സോ അതുകൊണ്ട് നമുക്ക് നെറ്റ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് 2 × 10⁻⁷ ലോഗരിതം ഓഫ് d/r' ഹെൻറി പെർ മീറ്റർ, where r' is called GMR or effective radius is equal to 0.7788 radius of the conductor. Okay, so സിംഗിൾ വയർ കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു 2 വയർ, അതായത് നമ്മൾ സിംഗിൾ ഫേസ് സപ്ലൈയിൽ ഉപയോഗിക്കുന്ന ഒരു 2 വയർ സിസ്റ്റത്തിന് ഇൻഡക്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം 2 വയർ സിസ്റ്റത്തിൽ ഒരു ഫേസ് വയറും ഒരു റിട്ടേൺ കണ്ടക്ടറായിരിക്കും ഉണ്ടാവുക. സോ അതിൽ കറണ്ട് ഫ്ലോ ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴും. സോ അങ്ങനെയാണ് നമ്മളിവിടെ ഒരു തമ്പ് റൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടുത്തെ MMF എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും, അതുപോലെ ഇവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് നെറ്റ് ഫ്ലക്സ് എയ്ഡിങ് ആണെന്നറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. സപ്പോസ് ഇത് കണ്ടക്ടർ 1ഉം ഇത് കണ്ടക്ടർ 2 ആണെങ്കിൽ ഇതിൻ്റെ ഇൻഡിവിജ്വൽ ഇൻഡക്റ്റൻസിൻ്റെ സം ആയിരിക്കും എന്താ പറയുക, നമ്മളിതിൻ്റെ L ഇക്വലൻ്റ് എന്ന് പറഞ്ഞ വാല്യൂ, അതായത് നെറ്റ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, സോ സപ്പോസ് നമ്മൾ ഒരു കണ്ടക്ടറിൻ്റെ റേഡിയസ്, ഈ കണ്ടക്ടറിൻ്റെ റേഡിയസ് R1ഉം അതുപോലെ ഈ കണ്ടക്ടറിൻ്റെ റേഡിയസ് R2 ആണെങ്കിൽ നമുക്കിവിടെ ഇതുപോലെ ഒരു ഇക്വേഷൻ കിട്ടും. അതായത് ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അതായത് μ0μr/2π നാച്ചുറൽ ലോഗരിതം ഓഫ് d²/r1'/r2'. ഓക്കെ, ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്, എൻ്റെ ഇൻഡിവിജ്വൽ ഇൻഡക്റ്റൻസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണിത്. ഇനി ഇവിടെ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ലോഗ് എക്സ് സ്ക്വയറിന് നമുക്ക് 2 ടൈംസ് ലോഗ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അത് ലോഗ് എക്സ് സ്ക്വയറിന് നമുക്ക് 2 ടൈംസ് ലോഗ് എക്സ് എന്ന് എഴുതാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഇവിടുന്ന് ഞാൻ ഒരു സ്ക്വയർ ഹോൾ സ്ക്വയർ ആക്കുകയാണ്. ഓക്കെ, സോ സപ്പോസ് ഞാൻ ഇവിടെ ഹോൾ സ്ക്വയർ ഇടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടെ ഈ സ്ക്വയർ ഡിയുടെ ഇവിടെ സ്ക്വയർ ഉണ്ടാവില്ല, ഇത് ക്യാൻസലായിപ്പോയി. അതുപോലെ തന്നെ ഇവിടെ ഈ R1' R2' എന്നുള്ള ഇവിടെ ഒരു റൂട്ട് വരും. ഓക്കെ, ഞാൻ ഈ ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ ഇപ്പോൾ ബാക്കി എന്താ, ബ്രാക്കറ്റിനകത്ത് d/√r1' × r2' ആണ് ബാക്കിയുള്ളത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ ഫോം കിട്ടിയത് log of x² എന്നുള്ള ഫോം കിട്ടി. സോ അതിന് എനിക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം, 2 ടൈംസ് ഈ വാല്യൂ എന്താ μr/2π × ലോഗരിതം ഓഫ് d/√r1 എഴുതാം. സോ അങ്ങനെ എഴുതുമ്പോൾ ഈ ഇവിടുത്തെ ഈ 2ഉം ഈ ഡിനോമിനേറ്ററിലെ 2ഉം ക്യാൻസലായി. ഓക്കെ, സോ അത് കഴിഞ്ഞ് ബാക്കി നമുക്ക് ഫൈനൽ വരുന്ന ഇക്വേഷനാണിത്. എന്താണത്, μ0μr/π നാച്ചുറൽ ലോഗരിതം ഓഫ് d/√r1'/r2', വേർ GMR ഉണ്ടോ, ഒരു 2 വയറിൻ്റെ GMR എന്ന് പറയുന്നത് √r1'/r2' ആണ്, പ്രൊവൈഡഡ് എന്താ ഇതിൻ്റെ രണ്ടിൻ്റെയും റേഡിയസ് വേറെയാണ്. ഓക്കെ, ഇത് R1ഉം ഇത് R2 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന നെറ്റ് GMR എന്ന് പറയുന്നത് √r1'/r2' ആണ്. ഓക്കെ, അത് മറക്കരുത്, ശ്രദ്ധിക്കണം. ഇനി സപ്പോസ് ഇവിടെ R1 R2 ഈക്വൽ ആണെന്ന് വെക്കുക, ഈ റേഡിയസ് ഈക്വൽ ആണെന്ന് വെക്കുക. സോ ആ കേസിൽ നമുക്ക് L ഇക്വലൻ്റ് പറഞ്ഞിരിക്കും. സോ ഈ R1' എന്നുള്ളതും R2' എന്നുള്ളത് എന്താവും, ഒരു R² അല്ലെങ്കിൽ R'² മാറും. ഓക്കെ, സോ നമുക്കറിയാം √r'² എന്ന് വരുമ്പോൾ എന്തായത്, വെറും R' മാത്രമേ ബാക്കിയുണ്ടാവും. സോ L ഇക്വലൻ്റ് ഈക്വൽ ടു μ0μr/i. ഓക്കെ, ഇവിടെ I ഉണ്ടാവില്ല കേട്ടോ, സോറി, μ0μr/π നാച്ചുറൽ ലോഗരിതം ഓഫ് d/r' കിട്ടും. ഓക്കെ, സോ ഒന്നുകൂടെ പറയാം, നമ്മൾ ഈ ഒരു 2 വയർ സിസ്റ്റത്തിൽ നമ്മൾ നെറ്റ് ഈക്വലൻ്റ് ഇൻഡക്റ്റൻസ് കാണാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ ഇൻഡിവിജ്വൽ ഇൻഡക്റ്റൻസ് ആഡ് ചെയ്യാണ്. സോ ഇതിൻ്റെ ഇൻഡിവിജ്വൽ ഇൻഡക്റ്റൻസ് L1ഉം ഇതിൻ്റെ L2 ആണെങ്കിൽ നമ്മളത് ആഡ് ചെയ്യാണ് ടോട്ടലായിട്ട്. സോ നമുക്ക് അവസാനം കിട്ടുന്നൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്, L equivalent is equal to μ0μr/π നാച്ചുറൽ ലോഗരിതം ഓഫ് d/r
റൂട്ട് ഓഫ് R1 ഡാഷ് R2 ഡാഷ്. പക്ഷേ ഈ കേസിൽ ഇവിടെ R1 R2 ഈക്വൽ ടു R ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് μ0 μr/π നാച്ചുറൽ ലോഗരിതം ഓഫ് D ബൈ R ഡാഷ്. ഓക്കെ, ഇനി നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത സിംഗിൾ വയർ ഇക്വേഷനുമായിട്ട് ഇത് റിലേറ്റ് ചെയ്താൽ എന്താണ് അവിടെ വ്യത്യാസം വന്നിരിക്കുന്നത്? വ്യത്യാസം ഈ ഒരു 2 ആണ്. 2 നമ്മൾ സ്ക്വയർ പുറത്ത് പോകുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോയി. സോ അതാണ് അവിടെ ഒരു ഡിഫറൻസ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ പോയിന്റിലേക്ക് നമുക്ക്, അതായത് ഇൻഡക്റ്റൻസ് ഓഫ് എ 2 വയർ സിസ്റ്റം ഈസ് 2 ടൈംസ് ഇൻഡക്റ്റൻസ് ഓഫ് സിംഗിൾ വയർ സിസ്റ്റം എന്ന് നമുക്ക് എഴുതാം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതായത് ഒരു 2 വയർ സിസ്റ്റത്തിൻ്റെ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് 2 ടൈംസ് ഓഫ് ഒരു സിംഗിൾ വയർ സിസ്റ്റത്തിൻ്റെ ഇൻഡക്റ്റൻസ് ആണ്. ഓക്കെ, അത് മറന്നു പോയത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ഓക്കെ, സോ നമ്മൾ സിംഗിൾ വയർ ഇൻഡക്റ്റൻസ് നോക്കി, 2 വയർ ഇൻഡക്റ്റൻസ് നോക്കി. ഇനി നമുക്ക് എന്താ അടുത്തത് 3 വയർ ഇൻഡക്റ്റൻസ്, അതായത് ഒരു 3 ഫേസ് 3 വയർ സിസ്റ്റത്തിൻ്റെ ഇൻഡക്റ്റൻസ് എന്താണെന്നുള്ളതാണ് ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. ഓക്കെ, നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ നമുക്ക് 2 കണ്ടീഷൻസ് വേണ്ട. അതായത് ഒന്ന് ഈക്വലി സ്പേസ്ഡ്. സപ്പോസ് ഇതാണ് നമ്മുടെ 3 ഫേസ്, എ ഫേസ്, ബി ഫേസ് ആൻഡ് സി ഫേസ് എങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ വെച്ചാൽ ഈക്വലി സ്പേസ്ഡ് ആണ്. അതായത് ഇതുപോലെ ട്രയാങ്കിൾ നമുക്ക് കണ്ടിട്ടില്ല, നമ്മൾ ട്രാൻസ്മിഷനിലേക്ക് നോക്കിയാൽ ഒരു ട്രയാങ്കിൾ പോലെയാണ് ഇത് കണക്ട് ചെയ്ത് പോവുക അതിൻ്റെ ഇതിലേക്കൂടെ, ടവറിലൂടെ. സോ അതിൻ്റെ ഡിസ്റ്റൻസ് തമ്മിൽ, ഓരോ കണ്ടക്ടർ തമ്മിൽ ഡിസ്റ്റൻസും ഈക്വൽ ആണെന്ന് നോക്കുക. ഓരോ ഫേസും ഈക്വൽ ഡിസ്റ്റൻസിലാണ് സ്പേസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്കിതിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ പോയിൻ്റ് എടുത്താൽ അതിൻ്റെയൊക്കെ ഇൻഡക്റ്റൻസ് സെയിം ആയിരിക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ. അതായത് LA = LB = LC = μ0 μr/2π നാച്ചുറൽ ലോഗരിതം ഓഫ് D ബൈ R ഡാഷ്. ഓക്കെ, ഇതെങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. പക്ഷേ ഈ ഒരു ഇക്വേഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് ഒന്നുമല്ല, നമ്മൾ ആദ്യം പഠിച്ച സിംഗിൾ വയറിൻ്റെ സെയിം ഇക്വേഷൻ, അതേ ഇക്വേഷൻ. പക്ഷേ ഇവിടെ നമ്മളത് പെർ ഫേസിലാണെന്ന് മാത്രം. സി ഇവിടെ തന്നിട്ടുള്ള അതേ ഇക്വേഷനാണ് നമ്മൾ അവിടെയും കൊടുത്തിരിക്കുന്നത്. ഡിഫറൻസ് ഒന്നുമില്ല സിംഗിൾ വയറിൻ്റെ. അതിനാണ് ഇവിടെ കണ്ടുവെച്ചിരിക്കുന്നത് ഓരോ വയറിൻ്റെ LA = LB = LC = സിംഗിൾ വയറിൻ്റെ. ഓക്കെ, ഇതിനകത്ത് വേറെ അധികമൊന്നും പറയാനില്ല. കുറച്ച് സ്പീഡിൽ പോകുന്ന നമുക്ക് കുറച്ചധികം തീർക്കാനുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡാക്കിയിട്ട് പോകുന്നത്. സോ ഇത് ഓർത്തിരിക്കുക, ഒരു പെർ ഫേസ് ഇവിടെ വെച്ചാൽ നമുക്ക് എന്താണ് പെർ ഫേസ് ആണ് ഇൻഡക്റ്റൻസ് പെർ ഫേസ്. ഓരോ ഫേസിൽ ഇൻഡക്റ്റൻസ് ഈക്വലി സ്പേസ്ഡ് ആണെങ്കിൽ ആ കൊടുത്തിരിക്കുന്ന വാല്യൂ ആണ് ഇത്. ഓക്കെ, സോ ഇതൊന്നുമില്ല, നമ്മൾ സിംഗിൾ വയറിൻ്റെ സെയിം അതേ ഇക്വേഷൻ, യാതൊരു വ്യത്യാസമില്ല. ഇനി ഇതെങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ അടുത്തൊരു സ്ലൈഡ് കഴിയുമ്പോൾ പറയാം. ഓക്കെ, ഇനി സപ്പോസ് നമുക്കിതെപ്പോഴും ഈക്വലി സ്പേസ്ഡ് ആയിരിക്കില്ല. സപ്പോസ് ഇത് നമ്മൾ ഒരു ലീനിയർലി സ്പേസ്ഡ് ആണെന്ന് നോക്കുക. അതായത് 3 ഫേസും A B C, നമുക്ക് 3 ഫേസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ലീനിയർ ആയിട്ടാണ് പോകുന്നത്, ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഈക്വലി സ്പേസ്ഡ് അല്ല. സോ എങ്ങനെയാണ് നമുക്കറിയാം, സപ്പോസ് ഇത് തമ്മിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് DAB ആയിരിക്കും. അതുപോലെ ഇത് തമ്മിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് DBC ആയിരിക്കും. അതുപോലെ ഈ 2 കണ്ടക്ടർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് DAC ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ ഇക്വലൻ്റ് ആയിട്ടുള്ള ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് സെയിം അതേ ഇക്വേഷൻ μ0 μr/2π നാച്ചുറൽ ലോഗരിതം ഓഫ്, ഇവിടെ നമ്മൾ നേരത്തെ എന്തായിരുന്നു എടുത്തത്, D അല്ലേ, ഡിക്ക് പകരം എന്ത് വരും, ക്യൂബ് റൂട്ട് ഓഫ് DAB × DBC × DAC. അതായത് ഈ ഓരോ ഡിസ്റ്റൻസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ക്യൂബ് റൂട്ട് എടുത്തിരിക്കുകയാണ് ഇവിടെ, ബൈ R ഡാഷ്. R ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, GMR, നമ്മൾ ഓൾറെഡി പഠിച്ചാണ്, അല്ലെങ്കിൽ എഫക്റ്റീവ് റേഡിയസ് എന്ന് പറയും. ഓക്കെ, സോ ഇതിൻ്റെ ഇക്വലൻ്റ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് μ0 μr/2π നാച്ചുറൽ ലോഗരിതം ഓഫ് ഈ 3 ഡിസ്റ്റൻസിൻ്റെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ക്യൂബ് റൂട്ട് എടുത്തു ബൈ R ഡാഷ്. ഇവിടെ R ഡാഷ് വ്യത്യാസമില്ല, കാരണം നമ്മളിവിടെ 3 കണ്ടക്ടറിൻ്റെതും റേഡിയസ് സെയിം ആണെന്നാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ന്യൂമറേറ്ററിലെ ടേം, അതായത് ക്യൂബ് റൂട്ട് ഓഫ് DAB × DBC × DAC ആണ് നമ്മൾ എന്ത് പറയുക, GMD എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ GMR ആണ് പഠിച്ചത്, കൺഫ്യൂഷൻ ആവരുത്. അത് ജിയോമെട്രിക് മീൻ റേഡിയസ് ആയിരുന്നു, പക്ഷേ ഇത് ജിയോമെട്രിക് മീൻ ഡിസ്റ്റൻസ്. അതായത് ഓരോ ഫേസ് തമ്മിലുള്ള ഒരു നെറ്റ് ഡിസ്റ്റൻസ് നമ്മൾ അതിൻ്റെ ഒരു മീൻ ആയിട്ടുള്ളൊരു വാല്യൂ ആണ് ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ. അതായത് ക്യൂബ് റൂട്ട് ഓഫ് DAB × DBC × DAC ഫോർ എ 3 വയർ സിസ്റ്റം. 3 വയർ സിസ്റ്റത്തിലാണ് ഈ GMD ഇത് വരിക. ഇനി 4 വയർ ആകുമ്പോൾ അല്ലെങ്കിൽ ബണ്ടിൽഡ് കണ്ടക്ടൻസ് ആകുമ്പോൾ അത് മാറും. അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. ഓക്കെ, ഇതുവരെ കൺഫ്യൂഷൻ ഇല്ലാതെ വിചാരിക്കുന്നു. ഇനി സപ്പോസ് നമ്മൾ എന്ത് ചെയ്യുന്നു,
ഇവിടെ ഞാൻ ഡി എ ബി ഡി ബി സി ഡി എ സി ഒക്കെ ഈക്വൽ ടു ഡി ആണെന്ന് വെക്കാം. ഓക്കെ, ഈ ഗ്യാപ്പുകൾ ഒക്കെ ഡി ആണ്, ഇത് ഡി ആണ്. സോ അത് നമ്മൾ തൊട്ട് മുമ്പത്തെ കേസായിരുന്നു, അത് ഈക്വലി സ്പേസ്ഡ് കേസിൽ നമുക്കറിയാം മൂന്നും ഡി ആണ്. സോ അത് ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ക്യൂബ് റൂട്ട് ഓഫ് ഡി ക്യൂബ് എന്ന് എഴുതാൻ പറ്റും നമുക്കിവിടെ. ഓക്കെ, എന്ന് വെച്ചാൽ അർത്ഥം എന്താ? വിച്ച് ഈസ് ഈക്വൽ ടു ഡി. അതെന്താ? മ്യൂ നോട്ട് മ്യൂ ആർ ബൈ 2π നാച്ചുറൽ ലോഗരിതം ഓഫ് ഡി ബൈ ആർ ഡാഷ്. ഇതാണ് നമുക്ക് തൊട്ട് മുമ്പ് ഇവിടെ കിട്ടിയ ഇക്വേഷൻ, ഈ സെയിം ഇക്വേഷൻ. അതായത് ഈക്വലി സ്പേസ്ഡ് ആണെങ്കിലും നമ്മൾ ഈ ഡി ഇൻറ്റു ഡി ക്യൂബ് റൂട്ട് ഓഫ് എന്താണ് ഡി ഇൻറ്റു ഡി അത് ഡി ക്യൂബാണ് ചെയ്യുന്നു. പക്ഷെ അത് ക്യൂബ് റൂട്ട് ഓഫ് ഡി ക്യൂബ് വരുമ്പോൾ ഡി ആയതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഡി എഴുതി. പക്ഷേ ഈ കേസിൽ ഈ പറഞ്ഞ 3 വാല്യൂസും വേറെ ആയതുകൊണ്ട് നമ്മൾ ഇതുപോലെ തന്നെ എടുത്തെഴുതി. സോ ഇത് നമുക്കൊരു ജനറലൈസ്ഡ് ഇക്വേഷൻ ഉണ്ടാക്കാം. അതായത് ഇതുപോലെ നമ്മുടെ സിംഗിൾ വയർ ആണെങ്കിലും 2 വയർ ആണെങ്കിലും 3 വയർ ആണെങ്കിലും ഒക്കെ നമുക്കൊരു ജനറൽ ഇക്വേഷൻ ഉണ്ട്. അതെന്താണ്? L is equal to 2 × 10⁻⁷ നാച്ചുറൽ ലോഗരിതം ഓഫ് GMD by GMR. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ഓക്കെ, ഇതിൽ നമുക്ക് GMDയും GMRും അതിൻ്റെ ഓരോ കേസ് അനുസരിച്ച് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലെ സിംഗിൾ വയറിൻ്റെതും 2 വയറിൻ്റെതും അതുപോലെ 3 വയറിൻ്റെതൊക്കെ ഇക്വേഷൻസ്, ഇൻഡക്റ്റൻസ് ഇക്വേഷൻസ് കിട്ടുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പുതിയൊരു ടേം പഠിച്ചു, GMD എന്നുള്ള ടേം. അത് മറക്കരുത്, GMR ആയിട്ട് കൺഫ്യൂഷൻ ആവരുത്. GMR എന്ന് വെച്ചാൽ ഒരു സിംഗിൾ കണ്ടക്ടറിൻ്റെ എഫക്റ്റീവ് റേഡിയസ് ആണ് GMR. പക്ഷേ നമ്മൾ 3 സെപ്പറേറ്റ് കണ്ടക്ടർ അല്ലെങ്കിൽ 3 സെപ്പറേറ്റ് ഫേസ് ഉണ്ടാകുമ്പോൾ ആ 3 ഫേസിൻ്റെയും കൂടി ഒരു ജിയോമെട്രിക് മീൻ ഡിസ്റ്റൻസ് ആണ് എന്ത്? GMD എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ സപ്പോസ് ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ, സോ ഇവിടെ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാമെന്ന് വെച്ചോ. L1, L2, L3. പക്ഷേ ഇവിടെ പ്രശ്നം വെച്ചാൽ L1ഉം L2ഉം L3 ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഈ ഡിസ്റ്റൻസ് മാറുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്? GMD ഇവിടുത്തെ വാല്യൂ മാറുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് L1ഉം L2ഉം L3 ഒക്കെ ചേഞ്ച് ചെയ്യും. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഓരോ ലൈനിലും കിട്ടുന്ന ഇൻഡക്റ്റൻസ് ഓരോന്നായിരിക്കും. സപ്പോസ് ഇവിടെ ഞങ്ങൾക്ക് ഒരു കിട്ടിയ ഇൻഡക്റ്റൻസ് പറയുന്നത് സപ്പോസ് ഒരു 20 മില്ലി ഹെൻറി ആണെന്ന് നോക്കാം. ഓക്കെ, 20 മില്ലി ഹെൻറി പെർ കിലോമീറ്റർ. ഞാൻ പറഞ്ഞിട്ടുണ്ട് പെർ യൂണിറ്റ് ലെങ്ത്തിലായിരിക്കും വാല്യൂസ് വരിക. ഓക്കെ, ഇനി ഇവിടെയാണെങ്കിലോ സപ്പോസ് ഒരു എക്സാമ്പിളിന് 10 മില്ലി ഹെൻറി ആണെന്ന് നോക്കുക. ഇവിടെയാണെങ്കിൽ 5 മില്ലി ഹെൻറി ആണെന്ന് നോക്കുക. ഓക്കെ, ഇവിടെ 20 മില്ലി ഹെൻറി പെർ കിലോമീറ്റർ, ഇവിടെ 10 മില്ലി ഹെൻറി പെർ കിലോമീറ്റർ, ഇവിടെ 5 മില്ലി ഹെൻറി പെർ കിലോമീറ്റർ. സപ്പോസ് ഇതൊരു 3 കിലോമീറ്ററിലുള്ള ഒരു ലൈനാണ് നോക്കാം. അതായത് ഈ ലൈനിൻ്റെ ലെങ്ത്ത് ഒരു 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നോക്കാം. സോ നമുക്ക് ഇവിടുത്തെ നെറ്റ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 × 3 ആയിരിക്കും. ഈ ലൈനിൽ നെറ്റ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് 20 × 3, അതായത് 60 കിലോമീറ്റർ. ഇനി ഇവിടെ ആണെങ്കിൽ അത് എത്ര? 10 × 3 30 കിലോമീറ്റർ ആണ്, 30 മില്ലി ഹെൻറി ആണ് ഈ ഒരു 3 കിലോമീറ്റർ ലൈനിൻ്റെ നെറ്റ് ലെങ്ത് ഇതിൻ്റെ. ഇനി തേർഡ് ആണെങ്കിലോ 5 × 3, അതായത് 15 മില്ലി ഹെൻറി പെർ കിലോമീറ്റർ. സോ ഇവിടെ സംഭവിച്ചത് ഓരോ ലൈനിലും ഓരോ ഇൻഡക്റ്റൻസ് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്, നെറ്റ് ഇൻഡക്റ്റൻസ്. പക്ഷെ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം L വേരി ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഡ്രോപ്പ് XL എന്ന് പറഞ്ഞ വാല്യൂ അതും 3 ലൈനിലും 3 ആയിരിക്കും. സോ അങ്ങനെ അതുകൊണ്ട് നമുക്കറിയാം എന്താണ്, ഇവിടെ സപ്പോസ് ഞാൻ സെൻഡിങ് എൻഡ് വോൾട്ടേജ് VSഉം ഇവിടുത്തെ റിസീവിങ് എൻഡ് വോൾട്ടേജ് VR ആണെങ്കിൽ, സപ്പോസ് ഇതൊരു 3 വയർ സിസ്റ്റം ആണെങ്കിൽ എന്താണ്, ഇവിടെ ഓരോ ലൈനിലും ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് വ്യത്യാസം ഉണ്ടാകും. സപ്പോസ് ഞാനിവിടെ ഒരു 100 വോൾട്ടാണ് ഈ ഓരോ ലൈനിലും അക്രോസ് എന്ന് വെക്കാം. പക്ഷേ ഇത് ഇവിടെ ഈ ലൈനിലെത്തുമ്പോൾ ഇവിടെ എത്ര ഉണ്ടാവും? ഇത് 80 വോൾട്ട് ആയിരിക്കും. പക്ഷേ ഇവിടെ അത് ഒരു 90 വോൾട്ട് ഉണ്ടാവും. അതുപോലെ ഇവിടെ ചിലപ്പോൾ 95 വോൾട്ട് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമുക്കൊരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള പവർ സപ്ലൈ ആണ് ഈ റിസീവിങ് എൻഡിലേക്ക് കിട്ടുന്നത്. അത് നമുക്കൊരു വലിയ ഡിസഡ്വാൻറ്റേജ് ആണ്. അത് നമ്മളെ എന്താ പറയുക, നമ്മളെ ലോഡുകൾ അത് ബാധിക്കും. നമ്മളങ്ങനെ നമ്മളെ റിസീവിങ് എൻഡിൽ ഇതുപോലുള്ള അൺബാലൻസ്ഡ് ആയിട്ടുള്ള വോൾട്ടേജ് വരുമ്പോൾ അത് ലോഡുകളെ എഫക്റ്റ് ചെയ്യും. സോ ഇത് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് എന്ത് ചെയ്യണം? സെയിം ആക്കണം, അതായത് വോൾട്ടേജ് ഡ്രോപ്പ് ഈക്വൽ ആക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടുത്തെ ഇൻഡക്റ്റൻസ്, ഈ സെപ്പറേറ്റ് ഇൻഡക്റ്റൻസ് പകരം ഇവിടെയൊക്കെ ഒരേ സെയിം ഇൻഡക്റ്റൻസ് ആയിരിക്കണം. അതായത് ഇവിടെ 60 ആണെങ്കിൽ ഇവിടെയും 60, ഇവിടെയും 60 ആയിരിക്കണം. സോ അതുപോലെ ഓരോ ലൈനിൻ്റെ ഇൻഡക്റ്റൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്പോസിഷൻ ഓഫ് ലൈൻസ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ പേസ് ചോദിക്കാറുണ്ട്. എന്താണ് ട്രാൻസ്പോസിഷൻ ലൈൻസ്? നമുക്ക് നോക്കാം. സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പൊസിഷനിൽ ഇൻഡക്റ്റൻസ് പെർ കിലോമീറ്റർ എത്ര? 20 ആണ്. ഇവിടെ 10 ആണ്, ഇവിടെയും 5 ആണ്.
ഓക്കെ, ഇത് നമ്മൾ 3 കിലോമീറ്റർ ലൈനെ 3 സിംഗിൾ കിലോമീറ്റർ ലൈനായിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഇതാ ഫസ്റ്റ് 1 കിലോമീറ്റർ, സെക്കൻഡ് 1 കിലോമീറ്റർ, ലാസ്റ്റ് 1 കിലോമീറ്റർ. ഓക്കെ, സോ ഈ ഒരു പൊസിഷനിലെ എല്ലാ കണ്ടക്ടേഴ്സിൻ്റെയും ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 ആയിരിക്കും. ഇവിടെ ആണെങ്കിലും 20 ആയിരിക്കും. കാരണം ഇത് തമ്മിലെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഇവിടുത്തെ ഇൻഡക്റ്റൻസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. വേറെ ഈ ലൈനിൻ്റെ വോൾട്ടേജോ ലൈനിൻ്റെ കറണ്ടോ ഒന്നും അല്ല. ഓക്കെ, അതുപോലെ ഈ പൊസിഷനിലുള്ള ലൈനിലൊക്കെ ഇൻഡക്റ്റൻസ് എത്രയായിരിക്കും? 10 മില്ലി ഹെൻറി ആയിരിക്കും. ഇവിടെ എത്രയായിരിക്കും? 10 മില്ലി ഹെൻറി. ഇനി ഇവിടെ ആണെങ്കിലൊക്കെ 5 മില്ലി ഹെൻറി ആയിരിക്കും. 5 മില്ലി ഹെൻറി. ഓക്കെ, ഇനി നമ്മൾ ഫേസ് എയുടെ നെറ്റ് ഇൻഡക്റ്റൻസ് നോക്കാം. അതായത് എന്താ? ഇവിടെ 20 പ്ലസ് 10 പ്ലസ് 5. ഇപ്പോൾ ടോട്ടൽ നമുക്ക് ഈ ഫേസ് എയുടെ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് 35 കിട്ടി. തൊട്ട് മുമ്പത്തെ കേസിൽ അത് എത്രയായിരുന്നു? ഇതുണ്ടോ, ഫേസ് എ എന്ന് പറയുന്നതിൻ്റെ ഇൻഡക്റ്റൻസ് 60 ആയിരുന്നു. അതിപ്പോൾ എത്രയായി? 35 ആയി. ഓക്കെ, ഫേസ് എ ഇത് ഇവിടെ വളഞ്ഞ് പോകുന്നുണ്ടോ? ശ്രദ്ധിക്കണേ, ഇവിടെ ക്രോസ് ചെയ്ത് പോയിട്ട് ഇവിടെ നിങ്ങൾ ക്രോസ് ചെയ്ത്, ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ട്രാൻസ്പോസിങ് ഓഫ് ലൈൻസ് എന്ന് പറയും. ഇനി ഫേസ് ബി നോക്കാം. ഫേസ് ബി എത്ര? ഇവിടെ 10 ഉണ്ട്, ഇവിടെ 5, അപ്പോൾ എത്രയായി? 15 ആയി. ഇവിടെ എത്രയായി? പ്ലസ് 20, അപ്പോൾ മൊത്തം എത്രയായി? 35 ആയി. ഇനി ഇവിടെയും ഫേസ് സി നോക്കിയാൽ എത്ര? 5 പ്ലസ് 20 പ്ലസ് 10, അത് എത്രയാണ്? 35 ആണ്. വിച്ച് മീൻസ് നമ്മളിപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ ഓരോ ഫേസിലും ഇൻഡക്റ്റൻസ് സെയിം ആക്കി, അത് ഇൻഡക്റ്റൻസ് പെർ ഫേസ് സെയിം ആക്കി. അതുകൊണ്ട് എന്തായി? എക്സൽ ഡ്രോപ്പ്, അതായത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഡ്രോപ്പ് സെയിം ആയി. സോ ഓരോ ഫേസിലെയും വോൾട്ടേജ് ഡ്രോപ്പ് സെയിം ആണ്. സോ അതുകൊണ്ട് നമുക്കിവിടെ റിസീവിങ് എൻഡിൽ നമുക്ക് എന്ത് കിട്ടി? പോകുന്ന മുമ്പ് ഈ കേസിൽ അൺബാലൻസ്ഡ് വോൾട്ടേജ് ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ കേസിൽ എന്തായിരുന്നു? ഇപ്പോൾ ബാലൻസ്ഡ് വോൾട്ടേജാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. സോ ട്രാൻസ്പോസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡക്റ്റൻസ് പെർ ഫേസ് ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്താണ്? ഫ്ലക്സ് പെർ ഫേസ് ഈക്വൽ ആണെന്ന് പറയാം. സോ ഇത് രണ്ടും കണക്റ്റഡ് ആണ് കേട്ടോ. ഇനി വേറൊരു വലിയൊരു അഡ്വാൻറ്റേജ് എന്താണ്? ഇതാണ് ഒരുപാട് എക്സാമിന് PSC ചോദിച്ചിട്ടുണ്ടായ ക്വസ്റ്റ്യൻ. നെറ്റ് റിസൾട്ടൻറ്റ് ഫ്ലക്സ് which link with the communication lines becomes 0. Hence, communication line interference is eliminated. ഇത് എനിക്കൊന്ന് ഇപ്പോൾ ഒരു 2 PSC എക്സാം നടക്കുകയാണെങ്കിൽ ഒരു PSC എക്സാമിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ടാവും. എന്തിനാണ് നമ്മൾ ലൈൻ ട്രാൻസ്പോസിഷൻ ചെയ്യുന്നത് ചോദിച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC കൊടുക്കാറുള്ള ഉത്തരം ഇതാണ്: കമ്മ്യൂണിക്കേഷൻ ലൈൻ ഇൻ്റർഫറൻസ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കണം. അതുകൂടാതെ എന്തൊക്കെ ചെയ്യും? അത് ഇൻഡക്റ്റൻസ് പെർ ഫേസ് ഈക്വൽ ആക്കും. അതുകൊണ്ട് ഫ്ലക്സ് പെർ ഫേസ് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ വോൾട്ടേജ് ബാലൻസിങ് ആയിരിക്കും. ഓക്കെ, റിസീവിങ് എൻഡ് സൈഡിൽ വോൾട്ടേജ് ബാലൻസിങ് ആയിരിക്കും, വോൾട്ടേജ് ഡ്രോപ്പ് സെയിം ആയിരിക്കും. അങ്ങനെ ഇതൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. നിങ്ങൾ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ എന്തിനാണ് ട്രാൻസ്പോസിഷൻ ചെയ്യുന്നത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. നൗ നെക്സ്റ്റ് മൂവിങ് ഓൺ, ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ്. എന്താണ് ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ? ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് ഒന്നുമല്ല. സപ്പോസ് നമ്മളൊരു എബവ് 220 kV, സപ്പോസ് 400 kV, 765 kVയിലൊക്കെ നമ്മൾ വോൾട്ടേജ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ സാധാരണ നമുക്കറിയാം ഒരു ഫേസിൽ ഒരു ലൈൻ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ A ഫേസ്, B ഫേസ്, C ഫേസ് ആണെങ്കിൽ ഒരു കണ്ടക്ടർ വെച്ച് ഓരോ ഫേസിലും ഉണ്ടാവും. പക്ഷേ ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് ആകുമ്പോൾ ഓരോ ഫേസിലും ഒന്നിലധികം കണ്ടക്ടേഴ്സ്, 2 ആവാം, 3 ആവാം, 4 ആവാം, ഓരോ ഫേസിലും ഒന്നിലധികം കണ്ടക്ടേഴ്സ് ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് പറയുക? ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയാം. സോ നമുക്കിവിടെ ഫോട്ടോ കാണാൻ പറ്റും. ഇതൊരു 2 വയർ ബണ്ടിൽഡ് കണ്ടക്ടറാണ്. അതായത് ഒരു ഫേസ്, ഇതിപ്പോൾ ഒരു ഫേസ് A ആണെങ്കിൽ അതിൽ തന്നെ 2 കണ്ടക്ടർ പോകുന്നുണ്ട്. അതിന് നമ്മൾ ഒരു സ്പേസർ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. കൂട്ടി മുട്ടാതെയോ അല്ലെങ്കിൽ വിട്ടു പോകാതെയോ ഒരു സ്പേസർ ഉപയോഗിച്ചിട്ട് നമ്മൾ രണ്ടിനും ചേർത്ത് വെച്ചിരിക്കുകയാണ്. സോ ഇതൊരു എന്താ പറയുക, 2 കണ്ടക്ടർ ബണ്ടിൽഡ് സപ്ലൈ ആണ്. ഇനി ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു ഫേസിൽ തന്നെ 3 കണ്ടക്ടേഴ്സാണ് പാസ് ചെയ്യുന്നത്. ഇത് 1, 2, 3 3 കണ്ടക്ടർ ഉണ്ട്. ഇതൊരു സിംഗിൾ ഫേസ് ആട്ടോ. ഇതൊരു 3 ഫേസ് സപ്ലൈയുടെ ഒരു ഫേസ് മാത്രമാണ്. ഇതുപോലെ നമുക്ക് ഇവിടെയും 3 ലൈൻസ് പോകാൻ കാണാം, ഇവിടെയും 3 ലൈൻസ് പോകുന്ന കാണാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഫേസ് തന്നെ 4 കണ്ടക്ടറാണ് പോയിട്ടുള്ളത്. സോ ഇതൊക്കെ എനിക്കൊന്നൊരു 765 kV ലൈനൊക്കെ ആരെങ്കിലും തൃശ്ശൂർ ഭാഗത്തിലൊക്കെ നമുക്ക് ആണെങ്കിൽ എനിക്കൊന്ന് ഈ മാടക്കത്ര റിസപ്ഷൻ്റെ അടുത്തൊക്കെ കാണാൻ പറ്റും. വലിയ ടവറുകളിലെ കൂടെ ഒരു ഫേസ് തന്നെ 4 പേർ, അങ്ങനെ ഫേസ് ബിയിലും 4 പേരുണ്ടാവും, ഫേസ് സിയിലും 4 പേരുണ്ടാവും. അങ്ങനെ ടോട്ടൽ 12 വയേഴ്സ് ആയിരിക്കും പോകുന്നത്. സോ ഇതിനാണ് നമ്മൾ ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ബണ്ടിൽഡായിട്ട് അയക്കുന്നത്? നമുക്ക് വേണമെങ്കിൽ ഒരു
ഈ രണ്ടിനും ഒരു സിംഗിൾ കണ്ടക്ടർ ഉപയോഗിച്ചാൽ പോരെ, അതുപോലെ ഇവിടെയും സിംഗിൾ ഉപയോഗിച്ചാൽ പോരെ നമുക്ക് ഡൗട്ട് ഉണ്ടാകും. സോ അതിൽ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്, സ്ഥിരമായിട്ട് PSC ചോദിക്കാനുള്ള അഡ്വാൻറ്റേജ് ചോദിച്ചാൽ ഇതാണ്, കൊറോണ ഈസ് റെഡ്യൂസ്ഡ്. ഇതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, കൊറോണ ഈസ് റെഡ്യൂസ്. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. ബണ്ടിലിംഗ് ഓഫ് കണ്ടക്ടേഴ്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഈസ് കൊറോണ ഈസ് റെഡ്യൂസ്. എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കൊറോണ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാക്കാം. സോ കൊറോണ നമുക്ക് സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എങ്ങനെയാണത് റെഡ്യൂസ് ആവുന്നത് ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് ഉപയോഗിക്കുമ്പോൾ. ഇനി നമുക്ക് ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് ഉപയോഗിക്കുമ്പോൾ മറ്റൊരു ബാക്കി അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് GMR ഇൻക്രീസസ്. അതായത് നമ്മൾ ഒരു കണ്ടക്ടറിന് ഒരു 2 കണ്ടക്ടർ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം GMR എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് റേഡിയസ് ഇൻക്രീസ് ചെയ്യും. അത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ അതുകൊണ്ട് എന്ത് സംഭവിക്കും, ഹെൻസ് ഇൻഡക്റ്റൻസ് ഡിക്രീസസ്. അതായത് നമുക്ക് ഇവിടെ ഇക്വേഷൻ നോക്കി കാണാൻ പറ്റും. സോ ഇതാ ഈ ഇക്വേഷൻ നോക്കാം. നമ്മൾ GMR നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഡിനോമിനേറ്റർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഈ ഇക്വേഷനിൽ ഈ വാല്യൂ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. സോ ഇവിടെ നമ്മൾ GMR ഇൻക്രീസ് ചെയ്യണം, അതായത് ഡിനോമിനേറ്ററിലെ വാല്യൂ ആണ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യും, ഈ നെറ്റ് വാല്യൂ, ഇൻഡക്റ്റൻസ് വാല്യൂ നമ്മൾ റെഡ്യൂസ് ആവും. സോ അതുകൊണ്ട് എന്താ, ഹെൻസ് ഞാൻ നേരത്തെ പറഞ്ഞ XL ഡ്രോപ്പ്, അതായത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഡ്രോപ്പ് റെഡ്യൂസ് ചെയ്യും. അതായത് XL എന്ന് വെച്ചാൽ നമുക്കറിയാം 2πfL ആണ്, അല്ലെങ്കിൽ നമ്മൾ ωL എന്ന് പറയും. സോ ആ വാല്യൂ റെഡ്യൂസ് ആവും. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ്, അതായത് ട്രാൻസ്മിഷൻ ലൈനിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് റെഡ്യൂസ് ചെയ്യും. ഹെൻസ് വോൾട്ടേജ് റെഗുലേഷൻ ഇംപ്രൂവ്സ്. ഓക്കെ, സോ വോൾട്ടേജ് റെഗുലേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക, അത് GMR ഇൻക്രീസ് ചെയ്യുന്നു, അതുകൊണ്ട് ഇൻഡക്റ്റൻസ് റെഡ്യൂസ് ആവുന്നു. സോ ഇതൊക്കെ കണക്റ്റഡ് ആവും. നിങ്ങൾ സെപ്പറേറ്റ് പോയിൻറ്റ്സ് ആയിട്ട് പഠിക്കേണ്ട, നിങ്ങൾ ആ ഇക്വേഷൻ മനസ്സിൽ ഒന്ന് ഓർത്തെടുത്ത് പഠിച്ചാൽ മാത്രം. അതായത് ഇൻഡക്റ്റൻസ് കുറയുമ്പോൾ ωL എന്നുള്ളത് XL ആണ്, അതായത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, അത് റെഡ്യൂസ് ചെയ്യും. സോ XL റെഡ്യൂസ് ചെയ്യുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ്, അതായത് IXL എന്നുള്ള വോൾട്ടേജ് ഡ്രോപ്പ് റിഡക്ഷൻ വരും. സോ അതുകൊണ്ട് വോൾട്ടേജ് റെഗുലേഷൻ ഇമ്പ്രൂവ്. വോൾട്ടേജ് റെഗുലേഷൻ നമുക്കറിയാം, സെൻഡിങ് എൻഡ് വോൾട്ടേജ് മൈനസ് റിസീവിങ് എൻഡ് വോൾട്ടേജ് ബൈ റിസീവിങ് എൻഡ് വോൾട്ടേജ് ആണ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അത് ഇമ്പ്രൂവ് ചെയ്യും. ഇനി ഒരു പോയിൻ്റാണ് സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ് ഇൻക്രീസസ്. അതായത് നമുക്കൊരു വാല്യൂ പഠിക്കാനുള്ളതാണ്, അത് സ്റ്റെബിലിറ്റി വരുന്ന പോയിൻ്റാണ്. എന്നാലും ഞാൻ പറയുകയാണ്, സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ് പറയും, വിച്ച് ഈസ് ഈക്വൽ ടു EV/X എന്നുള്ള വാല്യൂ. സോ ഇവിടെ ഈ X എന്ന് പറയുന്നതാണ് എന്ത്, ലൈൻ റിയാക്റ്റൻസ് എന്ന് പറയുന്ന വാല്യൂ. സോ നമ്മൾ പറഞ്ഞു എന്താണ്, X വാല്യൂ റെഡ്യൂസ് ചെയ്യും. സോ X വാല്യൂ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് എന്താവും, ഈ സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ് എന്നുള്ള വാല്യൂ ഇമ്പ്രൂവ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ പവർ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യും. അത് എങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റെബിലിറ്റിയുടെ അത് അടുത്ത മൊഡ്യൂളാണ്, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുത്തുതരാം. ഓക്കെ, ഇനി നമുക്ക് വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഈ ഇക്വേഷൻ ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു ഇക്വേഷൻ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം കാണാമെന്ന് വെച്ചാൽ, നമുക്കിവിടെ മുമ്പ് കണ്ട ഇക്വേഷൻ നമ്മുടെ GMD/GMR എന്നായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബണ്ടിൽഡ് കണ്ടക്ടേഴ്സിൻ്റെ കേസ് വരുമ്പോൾ അവിടെ ചെറിയൊരു മാറ്റം വരും. അവിടെ മ്യൂച്വൽ GMD/സെൽഫ് GMD എന്നായിട്ട് മാറും അത്. ഓക്കെ, അത് വെച്ചാൽ നമുക്കറിയാം ഒരു ഫേസിൽ തന്നെ നമുക്കിപ്പോൾ ഒന്നിൽ കൂടുതൽ കണ്ടക്ടർ ഉണ്ട്. സോ അതുകൊണ്ട് നമുക്കൊരു GMR എന്ന് പറയാൻ പറ്റില്ല ഇതിനെ. ഒരു സിംഗിൾ കണ്ടക്ടർ ആണെങ്കിൽ നമുക്ക് GMR എന്ന് തന്നെ പറയാം. ശരിക്കും GMR തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താണ്, ഒരു കണ്ടക്ടറിൻ്റെ എഫക്റ്റീവ് റേഡിയസിന് പകരം നമുക്ക് 2 കണ്ടക്ടറിൻ്റെ എഫക്റ്റീവ് റേഡിയസ് കണ്ടുപിടിക്കാനുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ അതിനെ ഒരു ഫേസിനകത്തെ ഒരു 2-3 കണ്ടക്ടറിൻ്റെ GMRനെ വിളിക്കുന്ന പേരാണ് എന്ത്, സെൽഫ് GMD. ഓക്കെ, അതുപോലെ 2 ഫേസുകൾക്കിടയിൽ മുമ്പ് നമ്മൾ GMD പറഞ്ഞിട്ടുണ്ടായെന്ന് വെച്ചാൽ എന്താ, അപ്പോൾ ഫേസ് A, ഫേസ് B ഇത് തമ്മിലെ ഡിസ്റ്റൻസ്, ഒരു മ്യൂച്വൽ മെയിൻ ഡിസ്റ്റൻസിലായിരുന്നു നമ്മൾ GMD എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴെന്താ സംഭവിച്ചാൽ, ഇപ്പോൾ ഒരു ഫേസ് തന്നെ 2-3 കണ്ടക്ടർ ഉണ്ട്. അതായത് A ഫേസിലും B ഫേസിലും C ഫേസിലൊക്കെ 2-3 കണ്ടക്ടർ ഉണ്ട്. സോ അതിൽ ഓരോ കണ്ടക്ടറും അടുത്ത കണ്ടക്ടറുമായിട്ട് ഉണ്ടാകുന്ന ആ ഒരു മെയിൻ ഡിസ്റ്റൻസാണ് നമ്മൾ മ്യൂച്വൽ GMD എന്ന് പറയാം. സോ ഇത് രണ്ടിൻ്റെയും കാൽക്കുലേഷൻ നമ്മൾ പഠിക്കണം. അത് PSCക്ക് മുമ്പ് ചോദിച്ചിട്ടില്ല, പക്ഷേ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. സോ എങ്ങനെ നമ്മൾ മ്യൂച്വൽ GMD അതുപോലെ സെൽഫ് GMD കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ പഠിക്കാം നമുക്ക്. ഓക്കെ, ശ്രദ്ധിക്കാം, നമ്മൾ കാൽക്കുലേഷൻ ഓഫ് സെൽഫ് ആൻഡ് മ്യൂച്വൽ GMD പഠിക്കാൻ പോവാണ്. സോ ആദ്യം നമ്മളൊരു 2 കണ്ടക്ടർ സിസ്റ്റം എടുക്കണം. അതായത് നമുക്കിവിടെ കാണാൻ പറ്റും 3 ഫേസ് ഉണ്ട്, ഫേസ് A, ഫേസ് B, ഫേസ് C. ഓക്കെ, നമ്മൾ ആദ്യം സെൽഫ് GMD എന്താണ്, അതായത് GMR ബണ്ടിൽഡ് കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ നമ്മൾ സെൽഫ് GMD ആണ് വിളിക്കാം. ഓക്കെ, സപ്പോസ് നമ്മുടെ 3 ഫേസ് ഉണ്ട്.
ഇവിടെ ഓരോ കണ്ടക്ടേഴ്സ് ഓരോ ഫേസിലും എത്രയാണ് 2 കണ്ടക്ടർ വെച്ചിട്ടുണ്ട്. സോ ഞാൻ കണ്ടക്ടർ ജസ്റ്റ് ഒന്ന് നെയിം ചെയ്യാണ്. 1 2 3 4 5 6. ഓക്കെ, സോ 6 കണ്ടക്ടേഴ്സിൻ്റെ ടോട്ടൽ 3 ഫേസിലായിട്ട്, ഒരു ഫേസ് 2 കണ്ടക്ടർ. സപ്പോസ് ഈ ഒരു ഫേസിൻ്റെ ഡിസ്റ്റൻസ്, ഇതിൻ്റെ സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡിയും ഈ ഓരോ എല്ലാ കണ്ടക്ടറിൻ്റെ റേഡിയസ് സെയിം ആണ്. ഞാൻ 6 എന്ന് മാർക്ക് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെ സെൽഫ് GMD കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഡിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ 1 വിത്ത് സെൽഫ്. അതായത് ഒരു കണ്ടക്ടർ അതിനോട് തന്നെ ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? R', അഥവാ നമ്മൾ നേരത്തെ GMR എന്ന് പറഞ്ഞ ഒരു വാല്യൂ. സോ നോർമൽ കണ്ടക്ടറിൻ്റെ കേസിൽ ഒരു GMR മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇനി എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. പിന്നെ എന്താ ഉള്ളത്? സോ നമുക്ക് കണ്ടക്ടർ 1 ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ് എന്താണ്? R' എന്ന് കിട്ടി, സെൽഫ്. ഇനി ഡിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ 1 വിത്ത് 2 അത് എത്രയാണ്? അതായത് ഡിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ 1 വിത്ത് 2. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? D ആണ്, D. ഇനി ഡിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ 2 വിത്ത് സെൽഫ്, അതായത് കണ്ടക്ടർ 2 അതിനോട് കൂടെ തന്നെ ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? R'. ഇതിൻ്റെ റേഡിയസും R ആണ്. സോ അതെന്തായിരിക്കും? അതിൻ്റെ എഫക്റ്റീവ് റേഡിയസ് എന്ന് പറയുന്നത് R' ആയിരിക്കും. ഇനി ഡിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ 2 വിത്ത് 1 അതെന്താണ്? സോ 2ൽ നിന്ന് 1ലേക്കുള്ള ദൂരം അത് എത്രയാണ്? D തന്നെയാണ്. സോ നമുക്കിപ്പോൾ 4 വാല്യൂസ് കിട്ടി. ഞാൻ പറഞ്ഞു സെൽഫ് GMD വെച്ചാൽ ഒരു ഫേസിനകത്തുള്ള കണ്ടക്ടറിൻ്റെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. അത് മറ്റുള്ള ഫേസുകളിലേക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ ഒരു കണ്ടക്ടറിനകത്ത് ഒരു ഫേസിനകത്തുള്ള മാത്രം കണ്ടക്ടേഴ്സിൻ്റെ നെറ്റ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ സെൽഫ് GMD വിളിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ കണ്ടക്ടർ 1 നിന്ന് 1ലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കി, പിന്നീട് 1 നിന്ന് 2ലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കി, അതുപോലെ 2 നിന്ന് 2ലേക്കുള്ള ഡിസ്റ്റൻസും 2 നിന്ന് 1ലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 വാല്യൂസ് ഇവിടെ കിട്ടി. ഇനി നമുക്ക് എന്ത് കിട്ടും? GMD അല്ലെങ്കിൽ സെൽഫ് GMD ഓഫ് ഫേസ് A. ഓക്കെ, ഇതിന് നമ്മൾ DS എന്നാണ് മാർക്ക് ചെയ്യുക. സപ്പോസ് ഫേസ് A ആയതുകൊണ്ട് ഞാൻ ഇവിടെ A കൂടി മാർക്ക് ചെയ്യുന്നു. ഇസ് ഈക്വൽ ടു, ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 4 വാല്യൂസും മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് R' ഇൻറ്റു D ഇൻറ്റു പിന്നെന്താ ഉള്ളത്? ആദ്യം ഒരു R' ഇൻറ്റു എന്ത് ചെയ്യുക? D ചെയ്യുക. എന്നിട്ട് ഇതിൽ എത്ര ടേംസ് ഉണ്ടോ അത്രയും ടേംസിൻ്റെ 1/, എടുക്കുക. അതായത് ഇവിടെ എത്ര ടേംസ് ഉണ്ട്? 1 2 3 4 എന്ന് വെച്ചാൽ അർത്ഥം ഫോർത്ത് റൂട്ട് ഓഫ് ഈ വാല്യൂസ് എത്രയാ? R' സ്ക്വയർ ഇൻറ്റു D സ്ക്വയർ. ഓക്കെ, R' സ്ക്വയർ ഇൻറ്റു D സ്ക്വയർ, അതായത് നമുക്ക് കിട്ടും റൂട്ട് ഓഫ് R' ഇൻറ്റു D. അതെന്താ? അതായത് ഫേസ് എയുടെ കണ്ടക്ടേഴ്സിൻ്റെ സെൽഫ് GMD, അതായത് DSA എന്ന് ഞാൻ മാർക്ക് ചെയ്യണം. ഓക്കെ, ഇനി ഇതുപോലെ നമ്മൾ എന്താണ്? ഫേസ് B കാൽക്കുലേറ്റ് ചെയ്യും, ഫേസ് Cയും കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നെറ്റ് ആയിട്ടുള്ള ഈ ഒരു ഹോൾ സിസ്റ്റം, അതായത് ഒരു 3 ഫേസ് 2 കണ്ടക്ടർ ബണ്ടിൽ സിസ്റ്റത്തിൻ്റെ നെറ്റ് സെൽഫ് GMD എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ ക്യൂബ് റൂട്ട് ഓഫ് എന്താ? ഓരോ ഫേസിലെയും ഇൻഡിവിജ്വൽ, അതായത് DSA ഇൻറ്റു DSB ഇൻറ്റു BSC. സോ ഇതാണ് സെൽഫ് GMD എന്ന് പറയുന്നത്. സോ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നമ്മളൊരു പ്രോബ്ലമൊക്കെ ചോദിക്കുകയാണെങ്കിൽ തന്നെ സാധ്യത കുറവുണ്ട്. കാരണം കുറച്ചധികം സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് നമുക്കൊരു PSC എക്സാമിന് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങൾ വരുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും കാൽക്കുലേഷൻ അറിഞ്ഞിരിക്കാൻ നല്ലത്. ഒരു ഗേറ്റ് എക്സാമിനൊക്കെ സ്ഥിരം ചോദിക്കാനുള്ള ചോദ്യമാണ്. ഇതുപോലെ സെൽഫ് GMD മ്യൂച്വൽ GMD കാൽക്കുലേഷനും, അല്ലെങ്കിൽ ഇതുപോലെ ബണ്ടിൽഡ് കണ്ടക്ടേഴ്സിൻ്റെ നെറ്റ് ഇൻഡക്റ്റൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓരോ ഫേസിലെയും, സോ ഇവിടെ ഇപ്പോൾ നമ്മൾ റേഡിയസും ഡിസ്റ്റൻസൊക്കെ ഈക്വൽ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഓരോ ഫേസിലും നമ്മൾ ഒരു ഫേസ് കണ്ടിട്ട് അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ നമ്മൾ ഓരോ ഫേസിൻ്റെ ഇൻഡിവിജ്വലായിട്ട് കാണുക, എന്നിട്ട് അത് ക്യൂബ് റൂട്ട് ഓഫ് മൾട്ടിപ്ലൈ ചെയ്യുക. അത്രയും ചെയ്യാനുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. സോ നമ്മൾ ഇപ്പോൾ 2 കണ്ടക്ടറാണ് പഠിച്ചത്. ഇനി നമ്മൾ അടുത്തത് 3 കണ്ടക്ടർ നോക്കാം. അതായത് ഓരോ ഫേസിലും 3 കണ്ടക്ടറാണ് ഉണ്ടെന്ന് വിചാരിക്കാം. സോ ഇത് ഫേസ് A ആണ്. സോ ഇതുപോലെ ഫേസ് B എവിടെ ഉണ്ടാവും, ഇതുപോലെ ഫേസ് C എവിടെ ഉണ്ടാവും.
ഓക്കെ, അത് പോട്ടെ. സോ നമ്മൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. സപ്പോസ് ഇത് ഈക്വലി സ്പേസ്ഡ് ആണെന്ന് വെക്കാം. ഓക്കെ, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആട്ടോ. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസും ഡി ആണ്. ഇത് 3 കണ്ടക്ടറും ഇത് 3 ഫേസ് അല്ല, അത് ആദ്യം ആലോചിക്കാം. ഓക്കെ, ഇത് കണ്ടക്ടർ 1, ഇത് കണ്ടക്ടർ 2, ഇത് കണ്ടക്ടർ 3. ഓക്കെ, ഇതുപോലെ തന്നെ ഇവിടെയും 3 സെറ്റ് ഓഫ് വയർ ഉണ്ട്, ഇവിടെയും 3 സെറ്റ് ഓഫ് വയർ ഉണ്ട്. ഇത് ഫേസ് ബി, ഇത് ഫേസ് സി. ഓക്കെ, എന്ന് വിചാരിക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പാണ്, തൊട്ട് മുമ്പ് ചെയ്ത് 2 കണ്ടക്ടറിന് അതേ സ്റ്റെപ്പ്. എന്താണ്? ഡിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ 1 വിത്ത് സെൽഫ്. അത് എത്രയാണ്? സപ്പോസ് റേഡിയസ് R ആണെങ്കിൽ അത് R' ആണ്. അത് 0.7788 R. ഇനി ഡിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ 1 വിത്ത് 2, അതായത് സെക്കൻഡ് കണ്ടക്ടർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണെന്ത്? ഡി. അതിവിടെ നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ്. പക്ഷേ ഈ കേസിൽ എന്ത് ചെയ്തു? നമുക്ക് ഒരു കണ്ടക്ടർ കൂടെ അധികം ഉണ്ട്. അതായത് നേരത്തെ 2 കണ്ടക്ടർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് 2 സ്റ്റെപ്പ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ എന്തുണ്ട്? ഡിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ 1 വിത്ത് 3 കൂടി ഉണ്ട്. അത് എത്രയാണ്? അതും ഡി ആണ്. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ 2 വിത്ത് സെൽഫ്. അപ്പോൾ എത്ര കിട്ടും? ഒരു R' വന്നു. പിന്നീട് എന്ത് കിട്ടി? ഡിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ 2 വിത്ത് 1 ഒരു ഡി വന്നു. ഡിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ 2 വിത്ത് 3 അപ്പോൾ എന്തായി? ഒരു ഡിയും കൂടി വന്നു. ഇനി തേർഡ് കണ്ടക്ടർ നോക്കുക. ഡിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ 3 വിത്ത് സെൽഫ് പറയുമ്പോൾ ഒരു ആദ്യം വീണ്ടും ഒരു R', ഒരു ഡി, ഒരു ഡി. സോ ഇപ്പോൾ നമുക്ക് മൊത്തം എത്ര ടൈംസ് ആയി? 3, 6, 9 എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സെൽഫ് ജി എം ഡി ഓഫ് നമ്മൾ DSA ഫേസിൻ്റെ സെൽഫ് ജി എം ഡി എന്ന് പറയുന്നത് എത്ര ടേംസ് ഉണ്ടോ, അതായത് 9. സോ 9th റൂട്ട് ഓഫ് എത്രയാണ്? ഈ വാല്യൂസ് ഒക്കെ മൾട്ടിപ്ലൈ R' ഇൻറ്റു ഡി ഇൻറ്റു ഡി ഇൻറ്റു R' ഇൻറ്റു ഡി ഇൻറ്റു ഡി ഇൻറ്റു R' ഇൻറ്റു ഡി ഇൻറ്റു ഡി. അതായത് നമുക്ക് ഇവിടെ എന്താ? R' ഡി ഡി ഇതിൻ്റെ ഹോൾ ക്യൂബ് കിട്ടും. ഓക്കെ, സോ ഇവിടെ റേസ്റ്റ് 1/9 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഫൈനലിൽ ഇവിടെ സെൽഫ് ജി എം ഡി പറയുന്നത് എന്താണ്? R' ഡി ഇൻറ്റു ഡിയുടെ ക്യൂബ് റൂട്ട് ആയിരിക്കും ഇവിടെ, ക്യൂബ് റൂട്ട് ഓഫ് ഈ ടേംസ്. സോ ഇതാണ് എന്ത്? ഇത് ഒരു ഫേസിലെ, ഒരു സിംഗിൾ ഫേസിലെ സെൽഫ് ജി എം ഡി മാത്രമേ ഇതാവുന്നുള്ളൂ. ഇനി നമ്മളിതിൻ്റെ ഓരോ ഫേസിലെയും ഇൻഡിവിജ്വൽ ഫേസിലെയും സെൽഫ് ജി എം ഡി നെറ്റ് സെൽഫ് ജി എം ഡി കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത പോലത്തെ അതേ സ്റ്റെപ്പ്, ക്യൂബ് റൂട്ട് ഓഫ് DSA ഇൻറ്റു DSB ഇൻറ്റു DSC. ഈ ഒരു കേസിൽ വെച്ച് ഇതൊക്കെ സെയിം ആണ്, ഒക്കെ സെയിം ആയതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഈക്വലി സ്പേസ്ഡ് ആയതുകൊണ്ടാണ് അങ്ങനെ. സോ ഇവിടെ നമുക്കാണെങ്കിൽ ഇതൊക്കെ ഈക്വലി സ്പേസ്ഡ് ആണ്, ഒക്കെ എല്ലാ കണ്ടക്ടേഴ്സും ഡി ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതുപോലെ 4 കണ്ടക്ടേഴ്സ് ഉണ്ട്. 4 കണ്ടക്ടേഴ്സ് നമുക്കറിയാം വലിയ എത്ര 16 ടേംസ് വരും. 4. സോ ഇവിടെ 16 റൂട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യാണ് വരും. അത് ഞാൻ ചെയ്യാൻ നിൽക്കുന്നില്ല, നിങ്ങൾക്ക് ഏകദേശം ചെയ്ത് നോക്കാവുന്നുള്ളത് സിമ്പിളാണ്. ഓക്കെ, ഒരു ഐഡിയ മനസ്സിലാക്കി എങ്ങനെ നമ്മൾ സെൽഫ് ജി എം ഡി കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു സിംഗിൾ ഫേസിലെ 3 കണ്ടക്ടറാണ്. അതായത് ഓക്കെ, ഫേസ് എക്കകത്ത് തന്നെ 1, 2, 3, അല്ലാതെ ഫേസ് എ, ഫേസ് ബി, ഫേസ് സി അല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, അത് മറന്നു പോകരുത്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ നമ്മൾ സെൽഫ് ജി എം ഡി കണ്ടുപിടിക്കാൻ പഠിച്ചു. അതായത് നമ്മളെ ഈ ഡിനോമിനേറ്റർ ടേം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് കിട്ടി. സോ ഒരു ടേം ആയി. ഇനി നമ്മൾ മ്യൂച്വൽ ജി എം ഡി കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. മ്യൂച്വൽ ജി എം ഡി വെച്ച് നമുക്കറിയാം, സെൽഫ് ജി എം ഡി വെച്ച് ഈ ഒരു കണ്ടക്ടർ എന്താ പറയുക, ഒരു ഫേസിൻ്റെ അകത്തുള്ള കണ്ടക്ടർ മാത്രമേ സെൽഫ് ജി എം ഡിയുടെ കാൽക്കുലേഷന് വരുള്ളൂ. അത് ഏതും ആയിക്കോട്ടെ, ഇതിനകത്തുള്ള കണ്ടക്ടേഴ്സ് മാത്രമേ സെൽഫ് ജി എം ഡിക്ക്. പക്ഷേ മ്യൂച്വൽ ജി എം ഡി വെച്ചാൽ ഈ ഓരോ കണ്ടക്ടറും തൊട്ടടുത്ത ഫേസിലെ കണ്ടക്ടറായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിസ്റ്റൻസിനാണ് നമ്മൾ മ്യൂച്വൽ ജി എം ഡി പറയാം. സോ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് എന്താണ്? DAB, അതായത് എ ഫേസും ബി ഫേസും തമ്മിലുള്ള നോക്കാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം മ്യൂച്വൽ ജി എം ഡി. സോ ഞാൻ ഇവിടെ നേരത്തെ പോലെ നെയിം ചെയ്യാണ്. 1 കണ്ടക്ടർ 1, 2, 3, 4, 5, 6. ഓക്കെ, ഇതൊരു ബണ്ടിൽഡ് കണ്ടക്ടർ സിസ്റ്റമാണ്. 3 ഫേസ് ഉണ്ട്. എന്താ പറയുക, ഓരോന്നിലും 2 കണ്ടക്ടർ, ഓരോ ഫേസിലും 2 കണ്ടക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, സോ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഒരു കണ്ടക്ടർ സെലക്ട് ചെയ്യാം, എന്നിട്ട് തൊട്ടടുത്ത കണ്ടക്ടറായിട്ട് ഡിസ്റ്റൻസ് നോക്കാം. അതായത് DAB, എ ഫേസും ബി ഫേസും തമ്മിൽ മ്യൂച്വൽ ജി എം ഡി എന്ന് പറയുന്നത് ആദ്യത്തെ കണ്ടക്ടർ 1ഉം 3ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതായത് D1, 3 ഇൻറ്റു പിന്നെയോ കണ്ടക്ടർ 1ഉം 4ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് D1, 4 ഇൻറ്റു, ഞാൻ മൗസ് കൊണ്ട് എഴുതുന്നത് അതുകൊണ്ടാണ് ചെറിയൊരു ബുദ്ധിമുട്ട്.
പിന്നീട് എന്തായി? ഓക്കെ, ഇതായി. ഇനി കണ്ടക്ടർ 1 ഓക്കെ. ഇനി കണ്ടക്ടർ 2 എന്താ? ഡിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ 2 3 തമ്മിൽ ഡിസ്റ്റൻസ്, അതുപോലെ ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ 2 4. സോ എത്ര ടേംസ് ആയി? 1 2 3 4. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്തും? പവറിൽ നമ്മൾ 1/4 എന്ന് എഴുതും. ഇത് 4th റൂട്ട് ഓഫ് ഈ ടേംസ്. ഓക്കെ, 1/4. ഇനി ഇതുപോലെ നമ്മൾ കണ്ടക്ടർ എന്ത് ചെയ്യണം? ഡിയും ബിയും സിയും തമ്മിലുള്ളത് കണ്ടുപിടിക്കണം. അതുപോലെ ഡി എ സി തമ്മിൽ കണ്ടുപിടിക്കണം. സോ ഇതേ സെയിം സ്റ്റെപ്പ് എന്താണ്? ഡി ബി സി ആകുമ്പോൾ നമ്മളറിയാം എന്താണ്? D3 5 ഇൻറ്റു D3 6 ഇൻറ്റു D4 5 ഇൻറ്റു D4 6ൻ്റെ 1/4 പവർ. ഇനി ഡി എ സി ആകുമ്പോഴോ? ഡി എ സി ആകുമ്പോൾ D1 5 ഇൻറ്റു D1 6 ഇൻറ്റു D2 5 ഇൻറ്റു D2 6 അതിൻ്റെ ഹോൾ റേസ്റ്റ് 1/4. അങ്ങനെ നമുക്ക് എന്താണ്? 3 മ്യൂച്വൽ GMD കിട്ടിയത്. DAB DBC DAC തമ്മിലുള്ള മ്യൂച്വൽ GMD കിട്ടി. ഇനി നെറ്റ് മ്യൂച്വൽ GMD കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിവിടെ നേരത്തെ സെൽഫ് GMD ചെയ്ത സെയിം സ്റ്റെപ്പ്, അതായത് ക്യൂബ് റൂട്ട് ഓഫ് എന്ത് ചെയ്യുന്നു? DAB ഇൻറ്റു DBC ഇൻറ്റു DAC. ഓക്കെ, ഇത് മൂന്നും ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ നെറ്റ് മ്യൂച്വൽ GMD. ഇത് ഓരോ ഇൻ്റർ ഫേസ് തമ്മിലുള്ള GMD ആണ്, മ്യൂച്വൽ GMD ആണ് ഇത് ഓരോന്നും. ഇത് നമ്മുടെ ഹോൾ സിസ്റ്റത്തിൻ്റെ മ്യൂച്വൽ GMD വാല്യൂ. സോ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഇതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം കുറച്ച് ബുദ്ധിമുട്ട്, കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ എല്ലാവരും എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഒന്ന് വായിച്ചു നോക്കുക. മേ ബി ലൈക്ക് നഗർത്തൻ കോത്താരിയോ അല്ലെങ്കിൽ പവർ സിസ്റ്റം അനാലിസിസ് ബൈ സ്റ്റീവൻസൺ ആൻഡ് ഗ്രേഞ്ചർ, അത് ഏതെങ്കിലും ഒരു ബുക്ക് നിങ്ങൾ PDF അല്ലെങ്കിൽ ബുക്ക് ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഈ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേണം ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം, ജസ്റ്റ് എന്തൊക്കെയാണ് പഠിച്ചു നോക്കാം. സോ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് എടുത്ത ഇക്വേഷനാണ്. അതായത് ഒരു സിംഗിൾ വയറിൻ്റെ ഇൻഡക്റ്റൻസ് വാല്യൂ നമുക്ക് കിട്ടി. അതിനുശേഷം നമ്മൾ 2 വയറിലേക്ക് പോയി. 2 വയറും നമ്മളൊരു ഇൻഡക്റ്റൻസ് വാല്യൂ കണ്ടുപിടിച്ചു. സോ നമുക്ക് എന്തൊരു അസംഷൻ ഫൈനൽ കൺക്ലൂഷൻ കിട്ടുക വെച്ചാൽ എന്താ? ഇൻഡക്റ്റൻസ് ഓഫ് 2 വയർ സിസ്റ്റം ഈസ് 2 ടൈംസ് ഇൻഡക്റ്റൻസ് ഓഫ് സിംഗിൾ വയർ. സോ ചിലപ്പോഴാണ് എനിക്കൊന്നൊരു പ്രോബ്ലം വേണമെന്ന് ചോദിക്കാം. കാരണം ഒരു സിംഗിൾ വയറിൻ്റെ ഇൻഡക്റ്റൻസ് ഇത്രയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു 2 വയർ ഇൻഡക്റ്റൻസ് ഇത്രയാണോ എന്നിട്ട് 4 ഓപ്ഷൻ തന്നെ ചോദിക്കാം. അതൊക്കെ വളരെ ഈസി ആയിട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്, ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് 3 ഫേസ് 3 വയർ ആണെങ്കിൽ അതിന് ഈക്വലി സ്പേസ്ഡ് ആണെങ്കിലുള്ള നെറ്റ് ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ ഇൻഡക്റ്റൻസ് പെർ ഫേസ് എത്രയാണെന്ന് കിട്ടി. സോ ഇവിടെ നമ്മൾ നെറ്റ് ഇൻഡക്റ്റൻസ് ഒക്കെ എത്ര കിട്ടുക? നമ്മൾ ഓരോന്നും LA LB LC കിട്ടി. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. സോ ഇവിടെ ഫൈനലായിട്ട് നമ്മൾ ഇതിൻ്റെ ഇക്വൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ ഇത് തന്നെ ആയിരിക്കും. വേണമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ ലാസ്റ്റ് പഠിപ്പിച്ച ആ ഒരു മെത്തേഡ് വെച്ച് നിങ്ങളൊന്നും ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ നെറ്റ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്ന വാല്യൂ ഈ സെയിം തന്നെ കിട്ടും. ഓക്കെ, അതുപോലെ നമ്മൾ അൺഈക്വലി സ്പേസ്ഡ് വയർ പഠിച്ചു, അതിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. നമ്മളൊരു ജനറലൈസ്ഡ് ഇക്വേഷൻ ഉണ്ടാക്കി അതിൽ നിന്ന്. അതുകൂടാതെ നമ്മൾ അൺട്രാൻസ്പോസ്ഡ് ആയിട്ടുള്ള ലൈൻസിൻ്റെ ഡിസഡ്വാൻറ്റേജ് പഠിച്ചു. നമ്മൾ ഇൻഡക്റ്റൻസ് ഡ്രോപ്പ്, വോൾട്ടേജ് ഡ്രോപ്പ്, അതുപോലെ എന്തുകൊണ്ട് വോൾട്ടേജ് റിസീവിങ് എൻഡ് അൺബാലൻസ്ഡ് ആവുന്നതൊക്കെ പഠിച്ചു. അതിനുശേഷം നമ്മൾ ട്രാൻസ്പോസ്ഡ് ലൈൻ നോക്കി. ട്രാൻസ്പോസ്ഡ് ലൈനിൽ എങ്ങനെയാണ് വോൾട്ടേജ് ഡ്രോപ്പൊക്കെ ഈക്വൽ ചെയ്ത് നമ്മൾ റിസീവിങ് എൻഡ് വോൾട്ടേജ് ബാലൻസ്ഡ് ആക്കുന്നതെന്നുള്ള കാര്യം പഠിച്ചു. അതുപോലെ എന്താണ് ട്രാൻസ്പോസിങ്ങിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പഠിച്ചു. അതായത് കമ്മ്യൂണിക്കേഷൻ ലൈൻ ഇൻ്റർഫറൻസ് 0 ആക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പക്ഷേ ഇത് ട്രാൻസ്പോസിങ് ഓഫ് ലൈൻസ് എന്നുള്ളതൊരു ഓൾഡ് ടെക്നിക്കാണെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ അതിന് പകരം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ലൈൻ ഇതുപോലെ ട്രാൻസ്പോസ് ചെയ്യാൻ നിൽക്കാതെ, ഇത് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള പ്രോസസ്സായി ട്രാൻസ്പോസ് ചെയ്യാൻ വെച്ചാൽ, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു ലൈൻ കംപ്ലീറ്റ്ലി ഇൻസുലേറ്റ് ചെയ്യും. ഓക്കെ, ഏതെങ്കിലും ഒരു ലൈൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇൻസുലേറ്റ് ചെയ്യും. സോ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതുപോലെ ഫ്ലക്സ് ലിങ്കേജ് കുറക്കാം. കമ്മ്യൂണിക്കേഷൻ ലൈൻസുമായിട്ടുള്ള ഫ്ലക്സ് ലിങ്കേജ് കുറക്കാം. അതാണ് ഇപ്പോൾ ചെയ്യുന്ന മെത്തേഡ്. പക്ഷേ PSC എപ്പോഴും ചോദിക്കാറുള്ളത് ട്രാൻസ്പോർഷൻ ഓഫ് ലൈൻസ് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ലൈൻ ഇൻ്റർഫറൻസ് ഇല്ലാതാക്കാനാണ്. അതുപോലെ നമ്മൾ എങ്ങനെയാണ് ഇൻഡക്റ്റൻസ് പെർ ഫേസ് ഈക്വലോ എന്നൊക്കെ പഠിച്ചു. അതിനുശേഷം ബണ്ടിൽഡ് കണ്ടക്ടേഴ്സിലേക്ക് പോയി. നമുക്ക് മനസ്സിലാക്കി ഓരോ ഫേസിലും ഒന്നിലധികം കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുക. പക്ഷേ ബണ്ടിൽഡ് കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ നമ്മൾ മുമ്പ് പറഞ്ഞ GMRഉം GMDയുടെയും കൺസെപ്റ്റ് സെയിം അല്ല എന്നല്ല, പക്ഷേ
ഒരു വ്യത്യാസമുണ്ട്. ഒരു ഫേസ് തന്നെ 2 3 കണ്ടക്ടേഴ്സ് വരുമ്പോൾ നമുക്കറിയാം GMRൻ്റെ വേരിയേഷൻ വന്നു. അതുപോലെ GMD കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ എന്താ പറയുക, മുമ്പ് വെച്ച് നമ്മൾ ഒരു കണ്ടക്ടറുമായിട്ട് റെഫറൻസ് എടുത്താൽ മതി. പക്ഷേ ഇപ്പോൾ എത്ര കണ്ടക്ടേഴ്സ് ഉണ്ടോ ഓരോ ഫേസിലും ആ ഓരോന്നിൻ്റെയും നമ്മൾ റെഫറൻസ് എടുത്ത് ചെയ്യണം. സോ നമ്മുടെ ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിഡക്ഷൻ കൊറോണയാണ്. കൊറോണയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, പേടിക്കണ്ട. പിന്നെ മറ്റുള്ള അഡ്വാൻറ്റേജ് വെച്ചാൽ GMR ഇൻക്രീസ് ചെയ്യും, അതുകൊണ്ട് ഇൻഡക്റ്റൻസ് കുറയും, അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. സോ അതൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക ബൈ ഹാർഡ് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റ് GMR ഇൻക്രീസ് ചെയ്യുന്നത് മാത്രം പഠിക്കുക, ബാക്കിയൊക്കെ നിങ്ങളെ മനസ്സിലുള്ള ഇക്വേഷൻസ് വെച്ചിട്ട് നിങ്ങൾ എന്താ പറയുക റിസോൾവ് ചെയ്തെടുത്താൽ മാത്രം മതി. അതുപോലെ സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. എങ്ങനെ സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് നമ്മൾ സ്റ്റെബിലിറ്റി ചാപ്റ്ററിൽ പഠിക്കും. പക്ഷേ ഒരു പോയിൻ്റ് ഓർത്തിരിക്കുക ബണ്ടിൽഡ് കണ്ടക്ടേഴ്സിൻ്റെ. അതുപോലെ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഓക്കെ, ഇതിനു ശേഷം നമ്മൾ എന്താ പറയുക ഇവിടുത്തെ സെൽഫ് GMD മ്യൂച്വൽ GMD എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഓരോ കേസിലും പഠിച്ചത്. അതായത് ഒരു ഫേസിൽ 2 കണ്ടക്ടർ വരുമ്പോൾ എങ്ങനെ ചെയ്യാം, ഒരു ഫേസിൽ 3 കണ്ടക്ടർ വരുമ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ മ്യൂച്വൽ GMD, അതായത് ഇതിൻ്റെ സെൽഫ് GMD കാൽക്കുലേഷൻ ഇത് തന്നെയാണ്, വ്യത്യാസം ഉണ്ടാവില്ല. സെൽഫ് GMD ഞാൻ പറഞ്ഞത് എന്താണ്, ഒരു ഫേസിനകത്തെ കണ്ടക്ടർ തമ്മിൽ മാത്രമാണ് സെൽഫ് GMD കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ഈ കേസിലും അതെന്താ ഈക്വലി സ്പേസ്ഡ് ആണെങ്കിലും ഈ കേസിലാണ് ഈക്വലി സ്പേസ്ഡ് ആണെങ്കിലൊക്കെ സെയിം ആയിരിക്കും, മാറില്ല. പക്ഷേ ഈ കേസിൽ മാറ്റം വരിക എന്താണ് മ്യൂച്വൽ GMD ആണ്. കാരണം ഇവിടെ ഡിസ്റ്റൻസ് ഡിഫറൻസ് വരുന്നുണ്ട്. ഓരോ ഈ ഫേസിൽ നിന്ന് ഈ ഫേസിലേക്കുള്ള ഡിസ്റ്റൻസ് വേറെയാണ്, അതുപോലെ ഇതിൽ നിന്ന് ഇതിലേക്ക് ഡിസ്റ്റൻസ് വേറെയാണ്, ഇതിലേക്ക് ഡിസ്റ്റൻസ് വേറെയാണ്. സോ അതുകൊണ്ട് ഇവിടെ മ്യൂച്വൽ GMD കാൽക്കുലേഷനിൽ വേരിയേഷൻ വരും, പക്ഷേ സെൽഫ് GMD സെയിം ആണ്. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താ പറയുക കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ എന്താ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ വളരെ സിമ്പിളാണ്. സോ ഇനി നമുക്ക് ഇൻഡക്റ്റൻസ് എന്നുള്ള ടോപ്പിക് ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്കൊരു പാരാമീറ്റർ എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആണ്. അത് വളരെ കുറച്ചേ ഉള്ളൂ, എന്താ പറയുക സിമ്പിളാണ്, അങ്ങനെ ഓവറായിട്ടൊന്നുമില്ല. അതിനുശേഷം നമുക്ക് ഡിഫറെൻറ്റ് ട്രാൻസ്മിഷൻ ലൈൻ, അതായത് ഷോർട്ട്, മീഡിയം, ലോങ്, അതിൻ്റെ ABCD പാരാമീറ്റേഴ്സൊക്കെ പഠിക്കാം. ഓക്കെ, സോ സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു. ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലിങ്ക് ഷെയർ ചെയ്യുക. ഓക്കെ, സോ സീ യു, ബൈ.